ബാക്ക് ടു കോമേഴ്സ് ഫാമിലി. അപ്പം മക്കളെ, നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ ഇങ്ങ് അടുത്തെത്താനായിട്ടുണ്ട്. നമ്മൾ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. കുറച്ചധികം ബുദ്ധിമുട്ടായിട്ടാണ് ടൈം ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നമുക്ക് ഒരു ദിവസം 2 എക്സാംസും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങാവോ അത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നതായിരിക്കും ബിസിനസ് സ്റ്റഡീസ് തുടങ്ങുമോ, എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങണോ, അക്കൗണ്ടൻസി പഠിക്കാൻ തുടങ്ങണോ, അങ്ങനെ ഇങ്ങനെ ഫുൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമായിരിക്കും അല്ലേ. ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നമ്മൾ സെറ്റാക്കി തന്നിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ചു, ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ചപ്പോൾ ഇതിൻ്റെ ഏത് ചാപ്റ്റർ വെച്ച് തുടങ്ങും, ഈ ചാപ്റ്ററൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നൊക്കെ നിങ്ങളിപ്പോൾ ആലോചിക്കും അല്ലേ. അതിനായിട്ട് നമ്മൾ ട്രിപ്പിൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യെസ്, നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യണം, 1 ഷോട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാണ്. എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കുഞ്ഞു വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു 1 ഷോട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എക്കണോമിക്സിൽ നമുക്കറിയാം, നമുക്ക് എക്കണോമിക്സിൽ മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് മിസ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ബാക്കി കാര്യം മിസ് ആയിട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ എന്താ, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. സിമ്പിൾ ഒരു ചാപ്റ്ററാണ്. ഏകദേശം 3 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിന് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഇത് കേട്ടോ. 3 മാർക്സിന് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. 3 മാർക്സേ ഉള്ളൂ എന്ന് കരുതി നമ്മളിത് ഉഴപ്പരുത്. കാരണം നമുക്കറിയാം ആ 3 മാർക്സിൻ്റെ വില നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ എന്താ, നിങ്ങൾ A+ നഷ്ടമാകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ മാർക്സ് നഷ്ടമാകാൻ ചിലപ്പോൾ ഈ 3 മാർക്സ് ഒരു വില്ലനാവാം. അപ്പോൾ എന്താ, നിങ്ങളിത് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നോക്കാം. അപ്പം ആദ്യം എന്താണ് എക്കണോമിക്സ് എന്ന് നമുക്കറിയണം അല്ലേ. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്, ആഡം സ്മിത്തിനെ ഓർമ്മ വരും അല്ലേ. ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്തിനെ ഓർമ്മ വരും. സ്റ്റഡി ഓഫ് വെൽത്ത് ആണ് എക്കണോമിക്സ് എന്ന് നമുക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെ നമ്മൾ ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഒയ്ക്കണോമിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്തേക്കുന്നത്, നമ്മുടെ ഈ ഇക്കണോമിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് എന്നാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടി മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ എക്കണോമിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിക്സിൽ പലതരത്തിലുള്ള കോൺസെപ്റ്റ് ഉണ്ട്. എക്കണോമിക്സ് എന്താണെന്ന് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇത് ചിലപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 4 കോൺസെപ്റ്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. 4 കോൺസെപ്റ്റ്സ് ആണ് നമ്മുടെ എക്കണോമിക്സിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കുന്നത് നോക്കിയാൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ വെൽത്ത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ വെൽത്ത് കോൺസെപ്റ്റ് കൊണ്ട് നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് തന്നെയാണ് ആരാണ്, ആഡം സ്മിത്ത് ഏട്ടനാണ് ഇത് കൊണ്ടുവന്നത്. അദ്ദേഹം എന്താ പറയുന്നത്, ഈ വെൽത്ത് കോൺസെപ്റ്റിലൂടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് വെൽത്ത് ഓഫ് എ നേഷൻ അല്ലെ, ഒരു രാജ്യത്തിന്റെ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ ആഡം സ്മിത്ത് ഏട്ടൻ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം 1776 ഒരു ബുക്ക് എഴുതി. അദ്ദേഹത്തിന്റെ ബുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് മിസ് പറയത്തില്ല. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് മാത്രം ഓർത്ത് വെക്കുക. ഇത് നമ്മുടെ വെൽത്ത് കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്, നമ്മുടെ ആഡം സ്മിത്ത് ഏട്ടനാണ്. അദ്ദേഹം എഴുതിയ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻസ്. 1776 ഈ ബുക്ക് എഴുതിയത്. ഇത്രയും മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ആണ് എന്തെന്ന് പറയുന്നത് വെൽഫെയർ കോൺസെപ്റ്റ് എന്ന് പറയും. നമ്മുടെ ആൽഫ്രഡ് മാർഷൽ ചേട്ടനാണ് ഇത് കൊണ്ടുവന്നത്. അതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താ ഹ്യൂമൻസിനെ പറ്റി, അതായത് നമ്മുടെ ഹ്യൂമൻ, അതായത് ഒരു മാൻ, നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകളെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വെൽഫെയർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ആളുകളുടെ ബിഹേവിയർ, ആളുകളെ കുറിച്ചുള്ള പഠനം. ഡെയിലി ലൈഫിൽ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെ എക്സ്പെൻഡിച്ചറാണ് മീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻകമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്നാണ് നമ്മുടെ ആൽഫ്രഡ് മാർഷൽ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എ മാൻ ഇൻ ഹിസ് ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അത്രയേ ഉള്ളൂ. എന്താണ് വെൽഫെയർ കോൺസെപ്റ്റ് എന്നാണ് അതിൻ്റെ നമ്മുടെ ആൽഫ്രഡ് മാർഷൽ ചേട്ടൻ കൊണ്ടുവന്ന കോൺസെപ്റ്റിന്റെ പേര്. ഇദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് എന്താ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയും. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്, അതാണ് നമ്മുടെ ആൽഫ്രഡ് മാർഷൽ ചേട്ടൻ്റെ ബുക്കിൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏതൊക്കെ കണ്ടു, വെൽത്ത് കോൺസെപ്റ്റ് കണ്ടു, വെൽഫെയർ കണ്ടു. നെക്സ്റ്റ് നമ്മളിനി നോക്കാൻ പോകുന്നതാണ് സ്കേഴ്സിറ്റി കോൺസെപ്റ്റ്. നമ്മുടെ ലയണൽ മെസ്സി അല്ല, ലയണൽ റോബിൻസൺ ചേട്ടൻ കൊണ്ടുവന്നാണ്. നോക്കി, ലയണൽ റോബിൻസ് ചേട്ടൻ കൊണ്ടുവന്നാണ് എന്ത് സ്കേഴ്സിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഈ സ്കേഴ്സിറ്റി കോൺസെപ്റ്റിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ, ആളുകളുടെ പെരുമാറ്റ രീതിയെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതെ, എന്താ അവിടെ നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഹ്യൂമൻസിൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ വോൺസ് എന്ന് പറയുന്നത് എന്താ അൺലിമിറ്റഡ് ആണ്. ഒരു ആഗ്രഹം കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. പക്ഷേ ഈ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിൽ കുറവാണ് അല്ലേ. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്താ ഈ റിസോഴ്സ് നമുക്കറിയാം. ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കുക, ഒരു പൈസ
2000 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 2000 രൂപ കൊണ്ട് നമുക്ക് എന്താ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ ഒരാവശ്യം നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ നോക്കും. പക്ഷേ ഡ്രസ്സ് മേടിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും നമുക്കൊരു പനി വരിക. അപ്പോൾ എവിടെ പോകും അത് ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിൽ പോകും അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഇതാണ് നമ്മുടെ ആര് പറഞ്ഞത്? ലയണൽ റോബിൻസ് ചേട്ടൻ പറഞ്ഞത്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പേരാണ് എൻ എസ്സേ ഓൺ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ് സയൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടു? വെൽത്ത് കോൺസെപ്റ്റ് കണ്ടു, വെൽഫെയർ കണ്ടു, സ്കാസിറ്റി കണ്ടു, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്? ഗ്രോത്ത് കോൺസെപ്റ്റ് എന്ന് പറയും. എന്താണ് ഗ്രോത്ത് കോൺസെപ്റ്റ്? ഇത് നമ്മുടെ പ്രൊഫസർ PA സാമുവൽസൺ ചേട്ടൻ കൊണ്ടുവന്നാണ്. ഇദ്ദേഹം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സ്റ്റഡിയാണ്. ആളുകൾ എങ്ങനെ സ്കാസ് റിസോഴ്സ് ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും, പ്രൊഡക്ഷനും അതേപോലെ എന്താ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ എങ്ങനെ ചെയ്യും എന്നുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്നാണ് നമ്മുടെ PA സാമുവൽസൺ ചേട്ടൻ പറഞ്ഞു. നോക്കിയേ, economics is the study of how people choose to use scarce resource to produce and distribute goods and service over time. അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്? എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഏതൊക്കെ കണ്ടു? നമ്മൾ വെൽത്ത് കോൺസെപ്റ്റ് കണ്ടു, വെൽഫെയർ കണ്ടു, പിന്നെന്താ സ്കാസിറ്റി കണ്ടു, ആൻഡ് ലാസ്റ്റ് വൺ ആണ് നമ്മൾ കണ്ടത് ഏതാണ്? യെസ്, ലാസ്റ്റ് നമ്മൾ കണ്ടതാണ് നമ്മുടെ ഗ്രോത്ത് കോൺസെപ്റ്റ് എന്ന് പറയും. ഗ്രോത്ത് കോൺസെപ്റ്റ്. ഇങ്ങനെ 4 കോൺസെപ്റ്റ് ആണ് തന്നത്. അപ്പോൾ നോക്കിയാൽ മിസ് ഒരു ടേബിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. വീഡിയോ കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് പോകും. ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഇതിൽ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിയാൽ ആ ഓരോ ബുക്സ് എപ്പോഴാണ് കൊണ്ടുവന്നെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ഇത് പഠിക്കുക. ചിലപ്പോൾ മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ ഇപ്പോൾ ആഡം സ്മിത്ത് ചേട്ടനെ തരണമെന്നില്ല, ചിലപ്പോൾ വെൽഫെയർ കോൺസെപ്റ്റ് തരണമെന്നില്ല. എന്നിട്ട് എന്താ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ പറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. നമ്മുടെ ഇക്കോണമി നേരിടുന്ന സെൻട്രൽ പ്രോബ്ലംസ്, പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ വന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരാൻ കുറച്ച് റീസൺസ് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരണമെങ്കിൽ എന്താ അതിന് പിന്നിലൊരു റീസൺ ഉണ്ടാവും, ഒരു കാരണം ഉണ്ടാവും അല്ലേ? അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കുക നമ്മുടെ അമറും അക്ബർ അന്തോണി. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുക അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഇവരുടെ വോൺസ്, ഇവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? അതിലെ മെയിൻ ആഗ്രഹമാണ് എന്താ? പട്ടായയിൽ പോവുക എന്നുള്ളത് അല്ലേ? അപ്പോൾ ഈ പട്ടായയിൽ പോകാൻ വേണ്ടി എന്താ ഇവർ റിസോഴ്സസ്, അതായത് പൈസ എന്താ ഇങ്ങനെ ശേഖരിച്ച് വെക്കും. പൈസ ലിമിറ്റഡ് ആണ്, അത് ഇങ്ങനെ കൂട്ടി വെക്കും അല്ലേ? പെട്ടെന്നാണ് എന്താ നമ്മുടെ പൃഥ്വിരാജിന്റെ അച്ഛന് വയ്യാണ്ടാവുമ്പോൾ എന്താ ഇവർ പട്ടായയിൽ കൊണ്ടുപോകുന്ന പൈസ എല്ലാം എന്താ ചെയ്ത അവർ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും അല്ലേ? അതാണ് സംഭവം എന്ന് പറയുന്നത്. എന്താണ്? ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. ഇവരുടെ 3 പേരെ ആഗ്രഹങ്ങൾ പറയുന്നത് എന്താ? അൺലിമിറ്റഡ് ആണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എന്താ ഇവരുടെ കയ്യിലുള്ള പൈസ, റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണ്. ആൻഡ് ഈ റിസോഴ്സസിന് എന്തുണ്ട്? ഓൾട്ടർനേറ്റീവ് യൂസും ഉണ്ട് അല്ലേ? ഓൾട്ടർനേറ്റീവ് യൂസ്. ഈ പൈസ കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാമല്ലോ. യെസ്, ചെയ്യാം. അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പം ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്നാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ 3 പ്രശ്നങ്ങൾ കാരണമാണ് എന്ത് വരുന്നത്? ഈ 3 കാരണങ്ങൾ കാരണമാണ് നമ്മുടെ ഇക്കോണമിയിൽ പ്രശ്നങ്ങൾ വരുന്നത്. നോക്കിയേ, ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, പിന്നെന്താ റിസോഴ്സസ് അവൈലബിൾ ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഇതിൽ എന്താണ്? സ്കാസിറ്റി ഓഫ് റിസോഴ്സ് അഥവാ ലിമിറ്റഡ് റിസോഴ്സ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം. നമ്മുടെ എന്താ സെൻട്രൽ പ്രോബ്ലംസ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? സ്കാസിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഇക്കോണമി നേരിടുന്ന പ്രശ്നങ്ങളെന്ന് നോക്കാം. എന്തുണ്ടാക്കും, എത്ര അളവിലുണ്ടാക്കും, ആർക്ക് വേണ്ടി ഉണ്ടാക്കും എന്നൊക്കെ എന്താ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇക്കോണമിയിൽ 3 സെൻട്രൽ പ്രോബ്ലംസ് ആണ് അതെന്ന് പറയുന്നത്. എന്തൊക്കെയാന്ന് നോക്കിയേ, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കും, എത്ര അളവിൽ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കും, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കും, എന്ത് ഉൽപ്പാദിപ്പിക്കും, എത്ര അളവിൽ, ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാം കേട്ടോ. ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി അത് നമുക്ക് എഴുതാം. ആൻഡ് നോക്കിയേ, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കും, ആൻഡ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ 3 പ്രശ്നങ്ങളാണ് നമ്മുടെ ഇക്കോണമി നേരിടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ, വാട്ട് ടു പ്രൊഡ്യൂസ്, നോക്കിയേ ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, എത്ര അളവിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക, എത്ര യൂണിറ്റ്സ് ആണ് നമ്മുടെ ആ ഇൻഡസ്ട്രീസിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇക്കോണമി, എല്ലാ ഇക്കോണമീസും നേരിടുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുവാണെങ്കിൽ അവർക്ക് ചപ്പാത്തി കൊടുക്കുമോ, ചോറ് കൊടുക്കുമോ, അതോ ബിരിയാണി കൊടുക്കുമോ എന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ വരത്തില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഇക്കോണമിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കും, ഒരു ചെരുപ്പ് ഇൻഡസ്ട്രി തുടങ്ങണോ, അതോ ഒരു ക്ലോത്ത് ഇൻഡസ്ട്രി തുടങ്ങണോ, അതോ ഒരു ഫുഡ് ഇൻഡസ്ട്രി തുടങ്ങണോ എന്നൊക്കെ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്താണ് എന്താ ഹൗ ടു പ്രൊഡ്യൂസ്. നമ്മൾ നോക്കുമ്പോൾ എന്താ നമ്മുടെ വീട്ടിലെ സ്റ്റവ് ഫുൾ കേടായി, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ തീർന്നു. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെന്താ അടുത്ത നെക്സ്റ്റ് അവൈലബിൾ ടെക്നോളജി നമ്മൾ നോക്കും അല്ലേ? ഏതാണ്? ഇൻഡക്ഷൻ കുക്കർ നോക്കും അല്ലേ? അതുപോലെ തന്നെ എന്താണ് നമ്മളെന്താ ഹൗ ടു പ്രൊഡ്യൂസ്, സെലക്ഷൻ ഓഫ് ടെക്നോളജിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്സ് ഓഫ് ടെക്നോളജിയാണ് എന്തിലുള്ളത്? നമ്മുടെ ഇക്കോണമിയിലുള്ളത്. ഒന്നെന്താ ലേബർ ഇൻറ്റൻസീവും ഉണ്ട്, ഒന്നാണ് നമ്മുടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അഥവാ നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യും.
കാരണം നമുക്ക് ചില ഇൻഡസ്ട്രീസിൽ എന്താ ഫുൾ ലേബറേഴ്സ് ആയിരിക്കും, ഫുൾ തൊഴിലാളികളായിരിക്കും പണിയെടുക്കുക. ചില ഇൻഡസ്ട്രീസിലാണെങ്കിലോ മെഷീൻസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ, ഫുൾ മെഷീൻ പണി ആയിരിക്കും ഉണ്ടാവുക. ചിലയിടത്ത് എന്താ രണ്ടും മിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളത് ലീസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുത്തുന്നതായിരിക്കും ആര് സെലക്ട് ചെയ്യുക, നമ്മുടെ ഇക്കോണമി സെലക്ട് ചെയ്യുക. ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹൗ ടു പ്രൊഡ്യൂസ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള കാരണത്തിന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത് പറയുന്നത്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു എന്ന് പറഞ്ഞു, ആ ഗസ്റ്റിൽ ഇപ്പം കുറേ പേരുണ്ടെന്ന് വിചാരിക്കുക, ഒരാൾ 5 ചപ്പാത്തി കഴിക്കും, ഒരാൾ 4 ചപ്പാത്തി കഴിക്കത്തുള്ളൂ, ചിലപ്പോൾ ഒരാൾ 1 ചപ്പാത്തി കഴിക്കത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എന്താ റിസോഴ്സസ് ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇക്കോണമിയിൽ തുടങ്ങുമ്പോൾ എന്താ റിസോഴ്സസ് ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട് വേണം നമ്മൾ ചെയ്യാൻ. കാരണം എന്താ, ഇത് നമ്മുടെ നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നാഷണൽ ഇൻകത്തിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് എന്തിലേക്കും പോകുന്ന പറഞ്ഞേ, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, നമ്മുടെ ലാൻഡ്, ലേബർ, പിന്നെന്താ ക്യാപിറ്റൽ, അഥവാ നമ്മൾ ക്യാപിറ്റൽ, പിന്നെ നമ്മുടെ ഓർഗനൈസേഷൻ അഥവാ നമ്മൾ പറയും ഓൺടർപ്രനിയോർഷിപ്പ് എന്ന് നമ്മൾ പറയും അല്ലേ. ആൻഡ് ഇതിൻ്റെ റിവാർഡ്സും ഉണ്ട് അല്ലേ, ലാൻഡിന് എന്ത് കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, ലേബറിന് എന്ത് കൊടുക്കണം, വേജസ് കൊടുക്കണം, ക്യാപിറ്റലിന് എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, ആൻഡ് ഓർഗനൈസേഷൻ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഇതിലേക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാഷണൽ ഇൻകം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഈ 3 പ്രോബ്ലംസ് നമ്മൾ കണ്ടു, 3 സെൻട്രൽ പ്രോബ്ലംസ് നമ്മൾ കണ്ടു. ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് എന്തുകൊണ്ടായിരിക്കും, ഒരു സൊല്യൂഷനും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇക്കോണമിയിൽ നമുക്ക് മെയിനായിട്ട് 3 ഇക്കണോമിക് സിസ്റ്റം ആണുള്ളത്. 3 ഇക്കണോമിക് സിസ്റ്റമാണ് എവിടെയുള്ളത്, നമ്മുടെ ഇക്കോണമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, ഒന്ന് സോഷ്യലിസ്റ്റ് ഇക്കോണമി, ആൻഡ് ഒന്നാണ് നമ്മുടെ മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ മറ്റൊരു പേരാണ് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയും. സോഷ്യലിസ്റ്റിക് എക്കോണമിയുടെ മറ്റൊരു പേരാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സഡ് ഇക്കോണമിയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഓരോ ഇക്കോണമീസും എങ്ങനെയാണ് ഇതിനെ നേരിടുന്നതെന്നാണ് നമ്മൾ നോക്കാം. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാലോ, ഫുള്ളി പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും. അവിടെ ഗവൺമെന്റിന് യാതൊരുവിധ റോളും ഉണ്ടാകത്തില്ല. അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ആളുകളുടെ ക്ഷേമമാണോ, അല്ല, പ്രോഫിറ്റ് മാത്രമാണ്. ആളുകൾക്ക് എന്താണോ വേണ്ടതെന്നല്ല അവർ നോക്കുന്നത്, അവരുടെ ഇക്കോണമിയിൽ എങ്ങനെ ലാഭം കൊണ്ടുവരാം എന്നുള്ള കാര്യം മാത്രമാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഇക്വാലിറ്റി, അസമത്വം നമുക്ക് ധാരാളമായിട്ട് കാണാം. അവിടെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആരായിരിക്കും നോക്കുക, മാർക്കറ്റ് ഫോഴ്സസ് ആയിരിക്കും നോക്കുന്നത്. മാർക്കറ്റ് ഫോഴ്സസ് ആണ് എല്ലാം നോക്കുന്നത്. ആരാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈക്കാണ് എല്ലാം വിട്ടു കൊടുക്കുന്നത്. എന്തിനാണോ അവരുടെ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത്, ആളുകൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അരിയാണ് കൂടുതൽ മേടിച്ചുകൊണ്ട് പോയത്, അരിക്കാണ് ഡിമാൻഡ് ഉള്ളത്, അപ്പോൾ കൂടുതൽ അരി പ്രൊഡ്യൂസ് ചെയ്യും. നാളെ പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള പരിപാടിയാണ്. ഇക്കോണമിക്ക് എന്ത് വേണം, പ്രോഫിറ്റ് വേണം. അങ്ങനെ ഇവിടെ എന്തെങ്കിലും നമ്മുടെ ഈ 3 സെൻട്രൽ പ്രോബ്ലംസ് വരുമ്പോൾ അവർ പ്രൈസ് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത് സോൾവ് ചെയ്യാനായിട്ട്. ആ പ്രൈസ് മെക്കാനിസം ആണ് എന്താണെന്ന് പറയുന്നത്, മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡും സപ്ലൈ എന്ന് പറയുന്നത്. സെയിം കാര്യം തന്നെ. ആൻഡ് നമ്മൾ സോഷ്യലിസ്റ്റ് എക്കോണമി അഥവാ നമ്മുടെ സെൻട്രലി പ്ലാൻഡ് എക്കോണമി നോക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു കാര്യം മിസ് പറയാൻ വിട്ടുപോയി. മാർക്കറ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ UK, USA, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ അടുത്താണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലിസം, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ചൈന പോലത്തെ രാജ്യങ്ങൾ, ചൈന, റഷ്യ പോലത്തെ രാജ്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ നോക്കുന്ന ആരാ, ഗവൺമെൻറ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഗവൺമെൻറ് കൺട്രോൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇവിടെ പ്രോഫിറ്റ് അല്ല മോട്ടീവ്, പകരം വെൽഫെയർ മോട്ടീവാണ്. ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇക്വാലിറ്റി ഉണ്ട്, ആളുകളുടെ ഇടയിൽ സമത്വം ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും, പ്ലാനിങ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗവൺമെൻറ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ മിക്സഡ് ഇക്കോണമി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ, അതേപോലെ നമ്മുടെ പാകിസ്ഥാൻ, ശ്രീലങ്ക ഒക്കെ ഫോളോ ചെയ്യുന്ന നമ്മുടെ മിക്സഡ് ഇക്കോണമിക് സിസ്റ്റമാണ്. ഇവിടെ ആർക്കൊക്കെ കൺട്രോൾ ഉണ്ട്, ഗവൺമെന്റിനും കൺട്രോൾ ഉണ്ട്, ആ ഈക്വൽ കൺട്രോൾ ആർക്കും ഉണ്ട്, നമ്മുടെ മാർക്കറ്റിനും ഉണ്ട്, അല്ലെ നമ്മൾ എന്ത് പറയും, നമ്മുടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് സെയിം ഇതുണ്ട്. അതായത് നമ്മുടെ സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും നല്ല ആസ്പെക്ട്സ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, മിക്സഡ് ഇക്കോണമി നമ്മൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രൈസ് മെക്കാനിസം യൂസ് ചെയ്യും, പ്ലാനിങ് മെക്കാനിസം യൂസ് ചെയ്യും. ഗവൺമെൻറ്റും ഇടപെടും, അതേപോലെ മാർക്കറ്റും ഇടപെടും എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്ന് നോക്കി അതുകൊണ്ട് തന്നെ രണ്ട് നമ്മുടെ ഗവൺമെൻറ്റും ഉണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സ്, നമ്മുടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഈ ഇന്ത്യ പോലത്തെ രാജ്യത്ത് പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട്, പബ്ലിക് സെക്ടേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ 3 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി സോൾവ് ആവുന്നത്. ഓക്കെ, അടുത്ത നമ്മളിനി നോക്കാൻ പോകുന്നതാണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അഥവാ PPF എന്ന് നമ്മൾ പറയും.
ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയിൽ നമുക്ക് ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട് അല്ലെ, ഗുഡ്സ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഗുഡ്സ് എല്ലാം വെച്ച് നമുക്ക് എക്കണോമിക്സ് പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ പറയും നമുക്ക് 2 ഗുഡ്സ് ആണുള്ളത്, ഗുഡ് 1 ഉണ്ട് അതേപോലെ ഗുഡ് 2 ഉണ്ടെന്ന് നമ്മൾ പറയും. ഓക്കെ, ഗുഡ് 1നെ നമ്മൾ എളുപ്പത്തിന് വിളിക്കും X1 എന്ന് വിളിക്കും, ഗുഡ് 2നെ നമ്മൾ X2 എന്നായിരിക്കും വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ എഴുതുമ്പോൾ ഈ X1 എന്ന് പറയുമ്പോൾ ഗുഡ് 1 നമ്മൾ എത്ര അളവിൽ മേടിച്ചു, X2 എന്ന് പറയുമ്പോൾ ഗുഡ് 2 നമ്മൾ എത്ര അളവിൽ മേടിച്ചു. ഇപ്പം നമ്മൾ ഗുഡ് 1 എന്ന് പറയുന്നത് റൈസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഗുഡ് 1 റൈസ് ആണ് ആൻഡ് നമ്മുടെ ഗുഡ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ആണ്, പഞ്ചസാരയാണ്. അപ്പോൾ എത്ര അളവിൽ മേടിച്ചു എന്നായിരിക്കും, ചിലപ്പോൾ 5 കിലോ അരിയും മേടിച്ചു, 1 കിലോ പഞ്ചസാരയും മേടിച്ചു. ഇങ്ങനെ ഓരോരോ കോമ്പിനേഷൻസ് ആയിരിക്കും നമ്മൾ ഉണ്ടാവുക, കൺസംഷൻ ബണ്ടിൽസ് എന്ന് നമ്മൾ അതിനെ പറയും. അപ്പോൾ PPC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ട് കുറച്ച് റിസോഴ്സ് അല്ലേ ഉള്ളൂ, ലിമിറ്റഡ് റിസോഴ്സ് ആണല്ലോ ഉള്ളത്. ആ റിസോഴ്സസും അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയും യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് എത്ര നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിൻ്റെ ആ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, PPC അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ടെക്നോളജിയും യൂസ് ചെയ്തിട്ട് നമുക്ക് മേടിക്കാൻ സാധിക്കുന്ന ആ ഗുഡ്സിൻ്റെ ആ ഒരു കോമ്പിനേഷൻ, അതിൻ്റെ ആ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു പോസിബിലിറ്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഇപ്പോൾ അതേ നോക്കി 5 കിലോ അരിയും 1 കിലോ പഞ്ചസാരയാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമുക്ക് 2 കിലോ പഞ്ചസാര വേണമെന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെ നമുക്ക് അഡീഷണൽ ഒരു യൂണിറ്റിൻ്റെ 1 kg നമുക്ക് 1 കിലോ പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ 1 കിലോ അരി വേണ്ടെന്ന് അങ്ങ് വെക്കും. അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്കേഴ്സ് ആണ്, ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് എന്താ, നമ്മൾ 4 കിലോ അരിയും മേടിക്കും, അതേപോലെ 2 കിലോ പഞ്ചസാരയും മേടിക്കും. ഇങ്ങനെയായിരിക്കും നടക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും എന്താണ്, കോൺകേവ് ഷേപ്പ് ആയിരിക്കും കേട്ടോ. അത് കോൺകേവ് ഷേപ്പിലായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. കാണിച്ചു തരാം എന്താണ് സംഭവം എന്ന്. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് ഗുഡ് 1 ഉണ്ട്, ഗുഡ് 2 ഉണ്ട്. ഗുഡ് 1 എന്ന് പറയുന്നത് നമ്മുടെ റൈസ് ആണെന്ന് വിചാരിക്കുക, ഗുഡ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ നമ്മുടെ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ നോക്കിയേ, നമുക്ക് 15 കിലോ അരിയും ഉണ്ട്, നമ്മൾ പഞ്ചസാര മേടിച്ചില്ല. അപ്പോൾ പഞ്ചസാര 1 കിലോ മേടിക്കാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ എന്താ, 1 കിലോ അരി നമ്മൾ സാക്രിഫൈസ് ചെയ്തു, 1 കിലോ അരി നമ്മൾ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ എന്താ ചെയ്യേണ്ടത്, ഓരോ അഡീഷണൽ നമ്മൾ 1 കിലോ പഞ്ചസാര കൂടുതൽ മേടിക്കുമ്പോൾ 1 കിലോ അരി നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിലോ നമ്മൾ കുറച്ച് വരും. നോക്കിയേ, നമ്മളിപ്പോൾ 3 കിലോ പഞ്ചസാര വേണമെന്ന് നോക്കുമ്പോൾ 9 കിലോ അരിയാക്കി നമ്മൾ കുറച്ചു. 4 കിലോ പഞ്ചസാര വേണ്ടപ്പോൾ 5 കിലോ അരിയായിട്ട് കുറഞ്ഞു. ആൻഡ് നോക്കിയേ, നമ്മൾ 5 കിലോ പഞ്ചസാര മേടിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താ, 0 ആയി. നമ്മുടെ റൈസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ നോക്കിയേ, മിസ് ഇവിടെ ഗ്രാഫിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിയേ, 15 കിലോ അരിയും നമ്മളെന്താ ഷുഗർ 0. അപ്പോൾ നോക്കിയേ, 15ൻ്റെ ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ നമ്മളെ 0 ആണല്ലോ. ആൻഡ് അടുത്ത് നോക്കിയേ, നമ്മുടെ 14 കിലോ അരിയും 1 കിലോ പഞ്ചസാരയും. 14 കിലോൻ്റെ അവിടെ നോക്കിയേ, 14ൻ്റെ ഇവിടെ മാർക്ക് ചെയ്തു, 1ൻ്റെ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മളിതിങ്ങനെ കൂട്ടിമുട്ടിക്കുക. ഇങ്ങനെ കൂട്ടിമുട്ടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ PPC നമുക്ക് കിട്ടുന്നതാണ്. എന്താണ് കിട്ടുന്നത്, നമ്മുടെ PPC നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ പറയുന്നതാണ്, പഠിച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ, ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇത് കോൺകേവ് ഷേപ്പിലാണ് ഉണ്ടാവുക. എന്താണ്, കോൺകേവ് ഷേപ്പിലാണ് നമ്മുടെ PPC ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ PPCയിൽ നമുക്ക് ഒരുപാട് ഷിഫ്റ്റും കാര്യങ്ങളും ഒക്കെ വരും. ഓക്കെ, ഷിഫ്റ്റ് വരും, ഒന്നെങ്കിൽ മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതേ നോക്കിക്കോളൂ, നോക്കി ഇങ്ങനെ മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് നമ്മുടെ എഫിഷ്യൻറ്റ് ബണ്ടിൽസ് ആണ്. നമുക്കിത് നമ്മുടെ എന്തുപയോഗിച്ച് മേടിക്കാം, നമ്മുടെ ഇൻകം യൂസ് ചെയ്തിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതെന്താ, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം എന്താ സംഭവിച്ചത്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അഥവാ ഔട്ട് വേർഡ് ഷിഫ്റ്റ് എന്ന് നമ്മളതിനെ പറയും. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ പറയും ഗ്രോത്ത് ആണ് ഇവിടെ ഉണ്ടാവുക. കാരണം എന്താ, നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നമുക്ക് മേടിക്കാൻ പറ്റി അല്ലേ, നമുക്ക് വിചാരിച്ചതിലും കൂടുതൽ നമുക്ക് എന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അതാണ് സംഭവം എന്ന് പറയുന്നത്. പിന്നെന്താ സംഭവിക്കുക, പിന്നെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. എങ്ങോട്ടാണ്, ഇൻവേർട്ട് ഷിഫ്റ്റും വരാൻ ചാൻസ് ഉണ്ട്. ഇൻവേർട്ട് ഷിഫ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്താ, വലിയ ഗ്രോത്ത് ഒന്നും ഇല്ല, അവിടെ എന്താ ഡിക്ലൈൻ ആണ് സംഭവിക്കുക, അവിടെ എന്താ ഇൻഎഫിഷ്യൻ്റ് ആണ് സംഭവിക്കുക. കാരണം നമ്മളിൽ അത്രയുള്ള റിസോഴ്സസ് കുറഞ്ഞു വന്നു, അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ PPC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ മെയിൻ സംഭവത്തിലേക്ക് കിടക്കണം. നമ്മൾ എക്കണോമിക്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മൈക്രോ എന്നും മാക്രോ എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഓർമ്മ വേണ്ടത്, സ്മോൾ ഓർമ്മ വരിക, ചെറിയ കാര്യങ്ങളാണ് മൊത്തം. ആൻഡ് മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ലാർജ്, എല്ലാം വലുതാണ്. ഓക്കെ, മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഓരോരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചുള്ള പഠനമായിരിക്കും എന്താന്ന് പറയുന്നത്, മൈക്രോ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറ്റിയുള്ള പഠനമാണ്. മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാലോ ആഗ്രിഗേറ്റ് അഥവാ ടോട്ടൽ ആയിരിക്കും, എല്ലാം മൊത്തത്തിൽ പഠിക്കും. ഇപ്പം നിങ്ങൾ മിസ് ഒരു എക്സാമ്പിൾ പറയാം, മൈക്രോ എക്കണോമിക്സ്, സാലറി ഓഫ് എ പേഴ്സൺ, ഒരു ആളുടെ സാലറി മാത്രം നോക്കുകയാണെങ്കിൽ ഇത് മൈക്രോ ആയിരിക്കും.
അതേസമയം മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നാഷണൽ ഇൻകം അല്ലെ, എല്ലാവരുടെയും കൂടെ സാലറി കൂടുന്നതല്ലേ നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ആ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, മാക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കി, ഇതൊരു ഫോറസ്റ്റ് ആണ്. ഈ ഫോറസ്റ്റിനെ കുറിച്ചുള്ള ഫുൾ പഠനം എന്ന് പറയുന്നത് എന്താണ്, മാക്രോ ആണ്. പക്ഷെ ആ ഫോറസ്റ്റിലെ ഒരു മരത്തെക്കുറിച്ച് മാത്രമുള്ള പഠനം എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ ആണ്. അപ്പം നിങ്ങളോട് എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എന്താ അതേ നമ്മൾ എഴുതേണ്ട പോയിന്റ് മിസ് ഇപ്പം കാണിച്ചിരുന്നത് നോക്കിക്കോളൂ. 5 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിനായിരിക്കും കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. 4 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 5 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക. മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എഴുതുക എന്താണ്, സ്മോൾ എന്ന് എഴുതുക. മാക്രോ എന്ന് വെച്ചാൽ എന്താ, ലാർജ്. ഫസ്റ്റ് വൺ സെറ്റായി. അതിൻ്റെ അടുത്ത് നോക്കി, മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ്. മാക്രോ എന്ന് വെച്ചാൽ എന്താ, ആഗ്രിഗേറ്റ് അഥവാ നമ്മൾ എന്ത് പറയും, ടോട്ടൽ സ്റ്റഡിയാണ് അല്ലേ. മൈക്രോ നോക്കിയേ, പാർഷ്യൽ ഇക്വിലിബ്രിയം ആയിരിക്കും അല്ലെ. മൈക്രോ എന്ന് വെച്ചാൽ എന്താ, ഒരു കാർഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു മരത്തിനെ കുറിച്ച് മാത്രമുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്, മൈക്രോ എന്ന് പറയുന്നത്. മാക്രോ നോക്കിയാൽ ജനറൽ ഇക്വിലിബ്രിയം മൊത്തത്തിലെടുക്കും അല്ലെ, ഒരു കാർഡ് മൊത്തം നമ്മൾ പഠിക്കത്തില്ലേ, യെസ്, അതാണ് മാക്രോ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ് അടുത്ത് നോക്കിയേ, മൈക്രോ എന്ന് പറയുന്നത് എന്താ, വേംസ് ഐ വ്യൂ ആയിരിക്കും. ഒരു പുഴുവിന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ചെറുതാണ് അല്ലേ. പക്ഷെ എന്താ, മാക്രോ എന്ന് വെച്ചാൽ എന്താ, ഒരു പക്ഷി പറന്നു കഴിഞ്ഞാൽ എന്താ മൊത്തം കാണാൻ പറ്റും, അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് മൈക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു പേരാണ് എന്താ, പ്രൈസ് തിയറി എന്നും. മാക്രോൻ്റെ മറ്റൊരു പേരാണ് ഇൻകം തിയറി എന്നും. ആൻഡ് നിങ്ങൾക്ക് എന്താ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും കൂടി എഴുതി വെക്കാവുന്നതാണ്. മൈക്രോയുടെ അവിടെ നമുക്ക് എന്ത് എഴുതാം, സാലറി ഓഫ് എ പേഴ്സൺ അല്ല, ഡിമാൻഡ് ഫോർ എ പെൻ അല്ലേ, സാലറി ഓഫ് എ പേഴ്സൺ അല്ല, ഡിമാൻഡ് ഫോർ എ പെൻ എഴുതാം. ആൻഡ് മാക്രോയിൽ നമുക്ക് എന്ത് എഴുതാം, GDP എഴുതാം, നമ്മുടെ നാഷണൽ ഇൻകം എഴുതാം, ഇൻഫ്ലേഷൻ എഴുതാം. ഇതൊക്കെ എന്താ, നമ്മുടെ ഇക്കോണമിനെ കംപ്ലീറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. ഈ സാലറി ഓഫ് എ പേഴ്സൺ, ഒരാളെ സാലറി കൂടുകയാണെങ്കിലും കുറയാണെങ്കിലും ആരെ മാത്രം അഫക്റ്റ് ചെയ്യുന്നത്, ആ ഒരാളെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ മാക്രോയിൽ നോക്കിയേ, GDP നോക്കിയേ, GDPയിൽ കുറവ് വന്നാൽ എന്താ സംഭവിക്കുക, നമ്മുടെ കൺട്രീനെ മൊത്തം അഫക്റ്റ് ചെയ്യും അല്ലേ. കൂടുതൽ വന്നാൽ എന്താ സംഭവിക്കുക, നമ്മുടെ രാജ്യത്തെ മൊത്തം അഫക്റ്റ് ചെയ്യും. അതാണ് സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ആണ് പോസിറ്റീവ് എക്കണോമിക്സ് വേഴ്സസ് നോർമേറ്റീവ് എക്കണോമിക്സ്. 2 മാർക്സിന് ചോദിച്ചു കണ്ടുള്ള സംഭവമാണ് കേട്ടോ, 2 മാർക്സിന് ചോദിച്ചു കണ്ടുള്ള സംഭവമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവ് എക്കണോമിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അത് വന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. ഓക്കെ, എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. വാട്ട് ഇസ് നോക്കിയാൽ ഡീൽസ് വിത്ത് വാട്ട് ഇസ് നമ്മൾ പഠിക്കും. പക്ഷെ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡീൽസ് വിത്ത് വാട്ട് ഔട്ട് ടു ബി, എന്തുകൊണ്ട് അത് വന്നു, എന്തായിരിക്കണം അതിന് കാരണം എന്നുള്ള കാര്യമൊക്കെ പഠിക്കും. പോസിറ്റീവ് എക്കണോമിക്സ് നമ്മൾ എന്തുകൊണ്ട് അത് വന്നു എന്നുള്ള കാര്യമൊന്നും നോക്കുന്നില്ല. പക്ഷെ എന്താ, അത് അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. പക്ഷെ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് വന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. അതിൻ്റെ അടുത്ത് നോക്കി, വേരിഫയബിൾ ഫ്രം ഫാക്ട്സ്, അത് സത്യമാണോ അതോ അത് എന്താ കള്ളമാണോ എന്നുള്ള കാര്യം, ട്രൂ ആണോ അതോ ഫാൾസ് ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്താ, നോർമേറ്റീവ് എക്കണോമിക്സ് നമുക്കത് മനസ്സിലാകത്തില്ല, അത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം എന്താ, അത് ഒപ്പീനിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, ഒപ്പീനിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മുടെ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ആൻഡ് ലാസ്റ്റ് വൺ നോക്കിയേ, പോസിറ്റീവ് എക്കണോമിക്സ് എന്താ, നമുക്ക് ഒരു ജഡ്ജ്മെന്റോ ഒരു കമന്റോ ഒന്നും പറ്റത്തില്ല, ഒരു ജഡ്ജ്മെന്റോ ഒരു കമന്റോ ഒന്നും പറ്റത്തില്ല. നോക്കിയേ, ഇന്ത്യ ഈസ് ആൻ ഓവർ പോപ്പുലേറ്റഡ് കൺട്രി, ഇന്ത്യ ഈസ് ആൻ ഓവർ പോപ്പുലേറ്റഡ് കൺട്രി. ആ പോപ്പുലേഷൻ കുറയ്ക്കാൻ എന്തെങ്കിലും കാരണം, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം ഒന്നും നമ്മളവിടെ നോക്കുന്നില്ല. ഇത് ശരിയാണോ തെറ്റാണോ, ശരിയാണ് അല്ലെ. അപ്പോൾ അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. നോർമേറ്റീവ് എക്കണോമിക്സ് നോക്കിയാലോ, വാല്യൂ ജഡ്ജ്മെന്റ് ഈസ് പോസിബിൾ, നമുക്ക് നമ്മുടെ കമന്റ്സും നമ്മുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും ഒക്കെ പറയാം അല്ലെ. ഇപ്പോൾ നോക്കിയാൽ പോവർട്ടി ഭയങ്കരമായിട്ടുള്ള രാജ്യമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. പോവർട്ടി ഒത്തിരിയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോവർട്ടി നമുക്ക് എങ്ങനെ മാറ്റാം, അതിന് എന്തൊക്കെ പ്രോഗ്രാംസ്, കുറേ പ്രോഗ്രാംസ് നമ്മുടെ ഇന്ത്യ കൊണ്ടുവന്നിട്ടല്ലേ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ, ഇല്ലാണ്ടാക്കാൻ വേണ്ടി. അതാണ് സംഭവം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മിസ് വിചാരിക്കുന്ന എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ബൈ.